ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഹറാജി മാർക്കറ്റ്, പഴയ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഹറാജി മാർക്കറ്റ്. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ദിവസം അവിടെ ചന്ത ഉള്ള ദിവസമാണ്, ഹറാജി മാർക്കറ്റ്. അപ്പോൾ ഇന്നലെ യാദൃച്ഛികമായിട്ട് ആ വഴി പോയപ്പോൾ എനിക്കൊരു അടിപൊളി സാധനം കിട്ടി. അപ്പോൾ ആ ഒരു ഐറ്റം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്യേണ്ടി വന്നു, എന്നാലും അടിപൊളി സാധനമാണ്. ഇതാണ് ആ പൊളി ഐറ്റം. LGയുടെ 5.1 ചാനൽ ഹോം തിയേറ്ററിൻ്റെ ആംപ്ലിഫയർ ബോക്സാണിത്. ഇത് എനിക്ക് തുച്ഛമായ ഒരു പൈസയ്ക്ക് കിട്ടിയതാണ്. അതായത് പഴയ സാധനത്തിന് സ്ക്രാപ്പ് വിലയ്ക്ക് കിട്ടിയതാണ്. അപ്പം ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് നന്നാക്കി പാട്ടൊക്കെ വെച്ച് കേട്ടു. അടിപൊളിയായിരുന്നു. അപ്പം ഞാനത് ഇന്നലെ ഈ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇന്നലെ അഴിച്ച് പണിയുന്ന വീഡിയോ ആയിരുന്നു ശരിക്കും നിങ്ങളെ കാണിക്കേണ്ടിയിരുന്നത്. കാരണം അതുപോലെ ഡസ്റ്റായിരുന്നു. കാരണം ഇവിടെ ഈ മരുഭൂമി ആയതുകൊണ്ട് തന്നെ ഈ മണൽക്കാറ്റും അതുപോലെ തന്നെ ഈ പൊടിക്കാറ്റും ഒക്കെ അടിക്കുമ്പം നിറച്ചും പൊടിയായിരിക്കും. അപ്പോൾ എല്ലാ സാധനം അഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ പൊടിയായിരിക്കും. നമ്മൾ ഇതിന് ഉള്ളിലുള്ള സാധനങ്ങളൊന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ തന്നെ കാറ്റുണ്ട്, തണുപ്പുമുണ്ട്. അപ്പം കാറ്റിൻ്റെ സൗണ്ട് ചിലപ്പം ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും, എന്നാൽ ക്ഷമിക്കുക. അപ്പം അങ്ങനെ ഈ സാധനം കൊണ്ടുവന്നു. നിറച്ചും ഡസ്റ്റായിരുന്നു. അപ്പം ക്ലീൻ ചെയ്യുന്ന മുമ്പ് തന്നെ ഇത് വർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ചെറിയ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് റെഡിയാക്കി പാട്ടൊക്കെ വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ഇത് മൊത്തം ക്ലീൻ ചെയ്ത്. അതായത് ഓരോ കമ്പണ്ടും അഴിച്ച്, ഇലക്ട്രോണിക്സ് ആണ് എന്നാലും വേണ്ടില്ല, മൊത്തം ഞാൻ വാഷ് ബേസിനിൽ കൊണ്ടുപോയിട്ട് ശരിക്കും വെള്ളം സ്പ്രേ ചെയ്ത് തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് ടിഷ്യൂ പേപ്പറിനതൊക്കെ തുടച്ചിട്ട് ഞാൻ റീസെറ്റ് ചെയ്താണ്. അപ്പം ഇന്നലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിക്കുന്ന സമയത്തുള്ള വീഡിയോ ആയിരുന്നു എടുക്കേണ്ടത്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം ഞാനിതിപ്പം ഈ റൂഫ് ടോപ്പിൻ്റെ മുകളിലേക്കാണ് വന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെയിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഐറ്റം ഇന്നലെ ഞാൻ കഴുകി സെറ്റ് ചെയ്ത് വെച്ചാണ്. ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ആ വാട്ടർ കണ്ടന്റ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഉള്ള വെയിലിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി കയറി വന്നു. അപ്പോൾ ആ കയറി വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പം കൂടുതൽ സമയം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നില്ല. ബാക്കി ഞാൻ കാര്യങ്ങൾ ഇത് കാണിച്ചു തരാം. അപ്പം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റുണ്ട്. ആ കാറ്റിന് ക്യാമറ സ്റ്റാൻഡൊക്കെ മറിഞ്ഞു പോകും. ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട് ക്യാമറ സ്റ്റാൻഡ് മറിയാതിരിക്കാൻ. എന്നാലും ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്നേക്കാളും അപ്പുറമാണ്. ഇതാണ് ആ പൊളി ഐറ്റം. വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്, എന്നാലും ഇതാണ് ആ പൊളി ഐറ്റം. ഇത് മൊത്തം എന്താ പറയുക, മണ്ണും പൊടിയും പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പം ഞാനത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഓരോ കോമ്പണൻറ്റും അഴിച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകി ശരിക്കും വെള്ളം സ്പ്രേ ചെയ്ത് ടാപ്പിൽ നിന്ന് പൈപ്പ് തുറന്നങ്ങ് നല്ലപോലെ അങ്ങ് കഴുകി. ഇതൊക്കെ ഇപ്പം നല്ല പുതിയതുപോലെ ആയി ഇതിൻ്റെ ഉള്ളിൽ. ഇനി ഇതൊന്ന് ഈ വെയിലത്തൊന്ന് വെച്ച് ഉണക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് റൂമിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത്, ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, വെള്ളത്തിന് അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കത്തിപ്പോവും. ഇപ്പോൾ ചെയ്ത പണിയെല്ലാം വെറുതെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ഇത് ഉണക്കി റൂമിൽ കൊണ്ടുപോയിട്ട് ഇതിനകത്ത് പാട്ടും കൂടെ കേൾപ്പിക്കുന്ന ഇത് കാണിച്ചു തരാം. കാരണം താഴെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സബും കൂടെ കിട്ടിയിട്ടുണ്ട്. കിടിലൻ ഐറ്റം LGയുടെ. നമ്മളെ ഡോൾബി ജുറാസിക് പാർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാണല്ലോ അടിപൊളി പെർഫോമൻസാണ് അതിൻ്റെ സൗണ്ടിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതൊന്നും നമുക്ക് ഉണക്കിയെടുത്തിട്ട് ബാക്കി കാണിക്കാം. തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കാണണം. ഓക്കെ, അപ്പം ഇത് ഉണക്കിയെടുക്കാം. ഈ DVD പ്ലെയറാണ് നമ്മൾ റൂഫിൻ്റെ മുകളിൽ ജസ്റ്റ് ഉണക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം ഡ്രൈ ആയി, വെയിലിൻ്റെ ചൂടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിലേക്ക് എടുത്തുകൊണ്ട് വന്നു. ഇതിൻ്റെ കണക്ഷനെല്ലാം ഞാൻ കൊടുത്ത് അത്യാവശ്യം വർക്കിംഗ് എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഇതാണ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ബോക്സ്. അതും LGയുടെ തന്നെ ബോക്സാണ്. ഇത് ഡോൾബി സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പം
ജസ്റ്റ് ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ മ്യൂസിക് ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. ഇതിനകത്തൂടെ വരുന്ന സൗണ്ടിൻ്റെ ആ ക്വാളിറ്റി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇത് വെറും എന്താ പറയുക, ആക്രി ആയിട്ട് കളഞ്ഞ സാധനമാണ്. ആ കളഞ്ഞ സാധനമാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇത് ഇത്രയും ക്ലിയറായിട്ട് പുതിയതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തത്. ഞാനതെല്ലാം വെള്ളം ഉപയോഗിച്ച് കഴുകി അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് തുടച്ച് കവറും മൊത്തം ഇന്നലെ ഇതിൻ്റെ പണി തന്നെയായിരുന്നു. മൊത്തം അഴിച്ച് പീസാക്കി കഴുകി വാഷ് ചെയ്ത് ഇവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അവസാനം വെള്ളം വറ്റാത്തതുകൊണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് ആണ് അതിൻ്റെ വെള്ളം തുടച്ച് കളഞ്ഞത്. എങ്കിലും ഇതിൻ്റെ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ ഉള്ളിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് റൂഫിൻ്റെ മുകളിൽ പോയി നമ്മളത് എടുത്തുകൊണ്ട് വന്നു. അപ്പം ഈ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണാം. Of nature's fury. അപ്പോൾ എല്ലാവരും LG 5.1ൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എനിക്കിവിടെ അത്യാവശ്യം നല്ല ഫീൽ തന്നെ നമുക്കത് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് വീഡിയോയിൽ വരുമ്പം എത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നറിയില്ല. എങ്കിലും എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് LGയുടെ ഈ സിസ്റ്റം. എന്തായാലും നമ്മൾ ഏറ്റവും കുറഞ്ഞ ചീപ്പായിട്ട്, അതായത് ആക്രിക്കട കളഞ്ഞ സാധനമാണ്, ഒന്നിനും കൊള്ളാത്ത. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഇതേപോലെ എന്താ പറയുക, കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ അതിൻ്റെ കേടുപാടുകളെല്ലാം തീർത്ത് അങ്ങനെ എടുത്ത് നല്ല അടിപൊളി ഒരു സെറ്റാക്കി മാറ്റി. ഇത്രയും ഒരു സാധനം നല്ല വില കൊടുക്കാൻ നമുക്ക് കിട്ടത്തില്ല LG കമ്പനിയുടെ. അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു സെറ്റ് നമുക്ക് ആക്രിക്കടയിൽ നിന്ന് അത് കിട്ടി അത് റെഡിയാക്കി എടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും നമ്മളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.